മധ്യേഷ്യൻ സംഘർഷവും ഫെഡറൽ റിസർവിന്റെ കടുത്ത മുന്നറിയിപ്പുകളും ആഗോള വിപണികളെ വീണ്ടും സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന പേരിൽ സാധാരണയായി യുദ്ധകാലങ്ങളിൽ കുതിച്ചുയർന്ന സ്വർണ്ണവില ഇത്തവണ കനത്ത ഇടിവാണ് നേരിട്ടത്. ഈ ഇടിവ് എത്ര നാൾ തുടരുമെന്നാണ് ഇനി ആളുകൾക്ക് അറിയേണ്ടത്. മധ്യേഷ്യൻ സംഘർഷവും ഫെഡറൽ റിസർവിന്റെ കടുത്ത മുന്നറിയിപ്പുകളുമൊക്കെ ആഗോള വിപണികളെ വീണ്ടും സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന പേരിൽ സാധാരണയായി യുദ്ധകാലങ്ങളിലൊക്കെ കുതിച്ചുയർന്നിരുന്ന സ്വർണ്ണവില ഇത്തവണ മറിച്ചായിരുന്നു പ്രതികരിച്ചത്. ശക്തമായ ഡോളറും ഉയർന്ന ബോണ്ട് വരുമാനവും ഫെഡിന്റെ പലിശ നിരക്ക് സൂചനകളൊക്കെ ചേർന്നതോടെ സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ് തന്നെയാണ് നേരിട്ടത്. ഇടയ്ക്കിടെ വർദ്ധിക്കാറുണ്ടെങ്കിലും വീണ്ടും തിരിച്ചിറങ്ങാറുമുണ്ട്. അമേരിക്കൻ ഫെഡറൽ റിസർവ് ഗവർണർ കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പാണ് സ്വർണത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള ഊർജ്ജവില വർധനവ് പണപ്പെരുപ്പ സമ്മർദ്ദം കൂട്ടുന്നുവെന്നും അതിനാൽ പലിശ നിരക്ക് ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതം സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം തെളിയുന്നതുവരെ നിലവിലെ നിരക്കുകൾ തുടരാനാണ് അനുകൂലിക്കുന്നതെന്നും എന്നാൽ പണപ്പെരുപ്പം വേഗത്തിൽ താഴെ ഇറങ്ങിയില്ലെങ്കിൽ ഭാവിയിൽ നിരക്ക് വർധന ഒഴിവാക്കാനാകില്ലെന്നുമാണ് അമേരിക്കൻ ഫെഡറൽ റിസർവ് ഗവർണർ മുന്നറിയിപ്പ് നൽകിയത്. ഡിസംബറോടെ 25 ബേസിസ് പോയിന്റ് നിരക്ക് വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷ വിപണിയിൽ ശക്തമായിട്ടുണ്ട്. പലിശ നിരക്കുകൾ ഉയരുമ്പോൾ പലിശ ലഭിക്കാത്ത സ്വർണത്തിന്റെ ആകർഷണം കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായും വില ഇടിയും. ഇതിനിടെ അമേരിക്കൻ ഉപഭോക്തൃ സൂചികയും റെക്കോർഡ് താഴ്ചയിലെത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ പുറത്തിറക്കിയ സർവേ പ്രകാരം മെയ് മാസത്തിലെ ഉപഭോക്തൃ ആത്മവിശ്വാസ സൂചിക 49.8 നിന്ന് 44.8 ഇടിഞ്ഞിട്ടുണ്ട്. അടുത്ത 5 മുതൽ 10 വർഷത്തിനിടെ വിലക്കയറ്റം വാർഷികമായി 3.9% വരെ ഉയരുമെന്ന ആശങ്കയാണ് ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്നത്. ഗ്യാസോലിൻ വില കുത്തനെ ഉയർന്നതും ജീവിത ചെലവിലെ സമ്മർദ്ദവുമാണ് സൂചികയിൽ കുറവിന് വഴിവെച്ചത്. അതേസമയം സ്വർണ്ണവിലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വലിയ അസ്ഥിരത തുടരുകയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രയേൽ ഇറാൻ സംഘർഷം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതത്തെ ബാധിച്ചതോടെ ആഗോള എണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട്. സാധാരണ സാഹചര്യങ്ങളിൽ ഇത് സ്വർണത്തിന് അനുകൂലമായ ഘടകമായിരിക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ ഫെഡിന്റെ കർശന പണനയ സാധ്യതയും ഉയർന്ന പലിശ നിരക്ക് പ്രതീക്ഷയും സ്വർണത്തിന്റെ മുന്നേറ്റം തടഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.